കോൺഗ്രസിനകത്ത് സജീവമായിരുന്ന ഗ്രൂപ്പ് പോര് ഒരു കാലത്ത് ആ പാർട്ടിക്ക് തന്നെ ഏറ്റവും വലിയ നാശമായിരുന്നു. കേരളത്തിൽ ഗ്രൂപ്പ് പോര് അതിരൂക്ഷമായപ്പോൾ ഒടുവിൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശനും കെ സുധാകരനും എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. തുടർച്ചയായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ ഭരണം കൊടുത്ത ആ അവസ്ഥ, ആ രീതിയിലേക്ക് പോകാൻ കാരണം കോൺഗ്രസിനുള്ളിലെ ജീർണത തന്നെയാണെന്ന് ഇരുവരും മനസ്സിലാക്കി. എന്നാൽ ഇപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ അതിസങ്കീർണമാക്കിക്കൊണ്ട് ഇരുവരും തമ്മിൽ ഉൾപാർട്ടി പോരാട്ടം എന്ന രീതിയിലേക്ക് നടത്തുന്നു. ഒരു വശത്ത് പാർട്ടി മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് തെളിയിക്കാൻ കെ സുധാകരനും, അതേസമയം മുന്നണി മൊത്തം തൻ്റെ വരുതിയിലാണ്, അതുകൊണ്ട് നിങ്ങളുടെ പാട് നോക്കി പോകൂ എന്ന് പറയുന്ന നിലപാടുമായി വി ഡി സതീശനും കളം നിറയാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ തകരുന്നത് യു ഡി എഫിൻ്റെ കെട്ടുറപ്പ് തന്നെയാണ്. യാതൊരു തർക്കവുമില്ല അതിൽ. കേരളത്തിൽ കേഡർ പാർട്ടി സംവിധാനം കൊണ്ടുവന്ന് കളയും, കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അടിമുടി വാർക്കപ്പെടും എന്നൊക്കെ കരുതിയവർക്ക് തെറ്റി. അതേസമയം കെ സുധാകരൻ ഒന്നും ചെയ്യാതിരുന്നിട്ടുമില്ല. പാർട്ടി സംവിധാനങ്ങളെ മുഴുവൻ ഏകോപിപ്പിക്കാൻ കെ സുധാകരൻ നടത്തിയ അസാമാന്യമായ പോരാട്ടമുണ്ട്, ആ ശ്രമമുണ്ട്. ആ ദൗത്യത്തിന് നമ്മൾ കണ്ണടച്ച് കാണാതെ പോകരുത് എന്ന ഒരു വാചകം എല്ലാവരും പറയുന്നുമുണ്ട്. അതേസമയം താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ, ബൂത്ത് സജ്ജീകരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും നിർജ്ജീവമായി കിടക്കുന്നു. അതുതന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴായി ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും വരുമ്പോൾ യു ഡി എഫ് എന്തുകൊണ്ട് വളരെ ദയനീയമാകുന്നു. പലപ്പോഴും ബി ജെ പിയുടെ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന് ശേഷം നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം എന്തുകൊണ്ട് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു, എന്തുകൊണ്ട് യു ഡി എഫിൻ്റെ വോട്ട് ഇങ്ങനെ കുറയുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്താണ് ശശി തരൂർ ജയിക്കുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അതേ ശശി തരൂർ ഈ പറയുന്ന പാർലമെൻറ്റ് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കഴക്കൂട്ടത്തും അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലിലും ഒക്കെ എന്തുകൊണ്ട് യു ഡി എഫ് അതിദയനീയമായി പിറകോട്ട് പോകുന്നു? എന്തുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് വരുന്ന വട്ടിയൂർക്കാവിലും നേമത്തുമൊക്കെ യു ഡി എഫിൻ്റെ വോട്ട് 20,000 25,000 ഒക്കെ ആയി ഗണ്യമായി താഴുന്നു? ഇവിടെയാണ് അതിൻ്റെ ഉത്തരം വളരെ സുവ്യക്തമാകുന്നത്. ഇതിൽ നിന്നും രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. താഴെത്തട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇല്ല. കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവർ നിഷ്പക്ഷരായതുകൊണ്ട് ന്യൂനപക്ഷ ഏകീകരണവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇന്ത്യ മുന്നണിയോടുള്ള ആഭിമുഖ്യവും കൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്തു. അതല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പായി ഉയരുന്ന വിഷയം. ദേശീയ തലത്തിൽ അത് വലിയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി കൊടുക്കേണ്ട അവസ്ഥ. കേരളത്തിലെ ഈ സംവിധാനം അപ്പാടെ പൊളിച്ചെഴുതാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കേണ്ടത്. അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ശശി തരൂറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാനുള്ള നീക്കം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നുമുണ്ട്. കാരണം അദ്ദേഹം മികച്ചൊരു സ്ഥാനാർത്ഥി തന്നെയാണ്.